തലശ്ശേരി അതിരൂപതയിലെ യുവവൈദികൻ ഷിൻസ് കുടിലച്ചൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞാനും പങ്കുചേരുകയാണ്. അച്ഛൻ്റെ സ്വന്തം ഇടവകയായ എടൂര് സെൻറ്റ് മേരീസ് ഫൊറന പള്ളിയുടെ മുൻപിലാണിപ്പം ഞങ്ങളുള്ളത്. അച്ഛൻ്റെ കുടിലിൽ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ എല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം ഉൾക്കൊള്ളുന്നൊരു കുടുംബമായിരുന്നു. ഷിൻസച്ചൻ വളരെ ഊർജ്ജസ്വലനായ ഒരു യുവവൈദികൻ. അദ്ദേഹം വൈദികവട്ടം സ്വീകരിച്ചതിന് ശേഷം കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തത് നെല്ലിക്കാമ്പൊയിലുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള വലിയ സൗഹൃദമുള്ള യുവവൈദികൻ, പ്രതീക്ഷ നൽകുന്ന വൈദികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം വളരെ ആകസ്മികമായിട്ടും അവിചാരിതമായിട്ടും ഉണ്ടായതാണ്. അതിൽ വലിയൊരു വേദന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ട്, മാതാവിനും സഹോദരങ്ങൾക്കുമെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയ്ക്കും കേരള കത്തോലിക്ക സഭയ്ക്കും ആ വേദന താങ്ങാൻ കഴിയാത്തതാണ്. ഈ എടൂർ ഫൊറോനയ്ക്കും വലിയ വേദനയുണ്ട്. ഇവരുടെ എല്ലാം അഗാധമായ വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. അച്ഛന് വേണ്ടിയുള്ള, അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. ആ കുടുംബം ഞങ്ങളുടെ സഹപ്രവർത്തകർ ഉൾക്കൊള്ളുന്ന കുടുംബമാണ്. കുടിലിൽ നേരെയും അച്ഛന്മാരുണ്ട് ആ വീട്ടിൽ. അവരെല്ലാമായിട്ട് വലിയ സൗഹൃദമുണ്ട്. ഈ ഇടവകയെ സംബന്ധിച്ചും ഈ അടുത്ത കാലത്തുണ്ടായ രണ്ടാമത്തെ ഒരു വൈദികൻ്റെ മരണമാണ്. അതേപോലെ തന്നെ കുടുംബത്തെ സംബന്ധിച്ചും വലിയ വേദനാജനകമായ മാത്യു അഗസ്റ്റിൻ എന്ന മനോരമയുടെ ഏറ്റവും കണ്ണൂരിലെ സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് റോഡ് അപകടത്തിൽ മരണപ്പെട്ടത്. അതും കുടുംബാംഗമായിരുന്നു. ആ കുടുംബവുമായിട്ട് അതിന് മുൻപേയുള്ള സ്നേഹബന്ധങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ വലിയ ദുഃഖത്തിൽ, തീരാത്ത ദുഃഖത്തിൽ ഞങ്ങൾ നാട്ടുകാരോടൊപ്പം ചേരുകയാണ്. ഷിൻസച്ചൻ വളരെ ഊർജ്ജസ്വലനായിരുന്നു. വളരെ നിറയെ പുഞ്ചിരിയുടെ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വളരെ ആക്റ്റീവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു. അതാണ് ഇന്നലെ പോലും ദേശീയ പതാക താഴ്ത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഊർജ്ജസ്വലനായ വൈദികൻ്റെ അവസാനത്തെ കരങ്ങൾ പതാക പിടിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹവും അദ്ദേഹത്തിൻ്റെ പ്രബുദ്ധതയും എല്ലാം വ്യക്തമാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എല്ലാ കാലത്തും നമ്മളുടെ മനസ്സിലുണ്ടാവും.